ഹെസിറ്റേഷൻസും കാര്യങ്ങളൊന്നുമില്ല. 19-കാരിയും 31-കാരനും കൂടി ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഇതിപ്പം ഒരു പുതിയൊരു കാര്യമൊന്നും അല്ല. ഇങ്ങനെ ഒരുപാട് കേസസ് നടക്കുന്നുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ ഫെയിമായിട്ട് നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് കേസസ് ഇവിടെ നമ്മുടെയൊക്കെ നാടുകളിലൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ ഒളിച്ചോടുന്ന പെൺകുട്ടികളൊന്നും ഇവിടെ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയൊക്കെ അവസ്ഥയും കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇവരെല്ലാവരും സ്വന്തം കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. ഈ ഒരു പ്രായത്തിൽ കല്യാണം എന്ന് പറയുന്നതല്ല അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പെൺകുട്ടികൾ ഈ പറയുന്ന 25, 26 വയസ്സുള്ള പെൺകുട്ടികളായിക്കോട്ടെ, ഈ കല്യാണം എന്ന് പറയുന്ന ഒരു കാര്യമല്ല അൾട്ടിമേറ്റ് ആയിട്ട് വെക്കേണ്ടത്. ലൈഫിൽ നല്ല രീതിയിൽ പഠിച്ചൊരു ജോലി മേടിക്കുക, സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക, അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ നിൽക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നാളൊരു കാലത്ത് കല്യാണം കഴിച്ച് പോകുമ്പോൾ ഒരു മനുഷ്യരുടെ ചിലവിൽ ജീവിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് ഞാൻ കാണുന്നത്. എന്തായാലും നമുക്ക് ദേവപ്രിയയുടെ വിഷയത്തിൽ വന്ന വാർത്തയൊന്ന് കേൾക്കാം. വിവാഹത്തിന് പിന്നാലെ വിശദീകരണവുമായി മലയാളി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദേവപ്രിയ. വിവാഹത്തിന് തന്നെ ആരും നിർബന്ധിച്ചിട്ടില്ലെന്ന പുതിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പ്രതികരണം. ദേവപ്രിയയുടെ വിവാഹത്തിന് പിന്നാലെ സഹോദരൻ പോസ്റ്റ് ഇട്ടതോടെയാണ് വിശദീകരണ പോസ്റ്റുമായി പെൺകുട്ടി രംഗത്ത് വന്നത്. ഡിസംബർ 17-നാണ് മലയാളി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും 19-കാരിയും നിയമവിദ്യാർത്ഥിനിയുമായ ദേവപ്രിയ സൈക്കോളജിസ്റ്റ് ജിഷ്ണു കെ മനോജുമായി വിവാഹിതയായത്. പിന്നാലെ ഈ പയ്യൻ ശരിക്കും പറഞ്ഞ സൈക്കോളജിസ്റ്റ് ആണ്. അവന് 31 വയസ്സ് പ്രായമുണ്ട്. ഈ സൈക്കോളജിസ്റ്റിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ദേവപ്രിയയുടെ വീട്ടുകാർ തന്നെയാണ്. എനിക്കിവിടെ വേറൊരു കാര്യമാണ് ചോദിക്കാനുള്ളത്. ഇവൻ ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ഇവൻ അത്യാവശ്യം നല്ല വിവരമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഇവൻ എന്തുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടിയെടുത്ത് ഇങ്ങനെ ഒരു അപ്രോച്ച് നടത്തിയെന്നാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടിക്ക് ലൈഫിനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ട് ചിന്തിക്കാനുള്ള ഒരു പ്രായം പോലും ആയിട്ടില്ല. കാര്യം ഇതൊക്കെ ഈ ഒരു പ്രായത്തിലുള്ള എടുത്തുചാട്ടമായിട്ടാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത്. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ യൂട്യൂബിൽ വേറെ 2 പേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പ്രായം കുറഞ്ഞ 2 പേരിങ്ങനെ ഡെയിലി വീഡിയോ ഇടുന്നു, ആ പെൺകുട്ടിയായിട്ട് കറങ്ങാൻ പോകുന്നു. അവരുടെ പേര് എനിക്കറിയാൻ വയ്യ. അവരെ പറ്റിയിട്ട് ഒരുപാട് പേരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതുമാണ്. അതായത് യാതൊരുവിധ ബോധവും വിവരവും ഇല്ലാത്ത കുറച്ച് ആൾക്കാരായിട്ടാണ് എനിക്ക് ബേസിക്കലി തോന്നി. കാര്യം വീട്ടുകാരുടെ ഇമോഷൻസ് പോലും മനസ്സിലാക്കാതെ ഇങ്ങനെ കുറേ പ്രവർത്തികൾ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പയ്യൻ ഒരു പക്ഷേ ഈ ഒരു പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. പ്രത്യേകിച്ച് ഇവരുടെ വീട്ടുകാരുമായിട്ടൊക്കെ നല്ല ക്ലോസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ ഒരു അപ്രോച്ച് നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എന്തായാലും ബാക്കിയൂടെ കേൾക്കാം. വിവാഹ വീഡിയോകൾ വൈറലാവുകയും സോഷ്യൽ മീഡിയയിൽ നിരവധി ചോദ്യങ്ങളും ഉയർന്നു. ഇതിൽ പ്രതികരിച്ചാണ് സഹോദരൻ ദേവു എന്ന പേരുള്ള ദേവപ്രിയയുടെ അക്കൗണ്ടിൽ വിശദീകരണം നൽകി രംഗത്തെത്തിയത്. ദേവപ്രിയയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നതും കോണ്ടന്റ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതുമൊക്കെ സഹോദരനാണ്. കുടുംബം ഒരിക്കലും ഇവർ ആക്ച്വലി ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഈ ഒരു പെൺകുട്ടിയുടെ റീൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പുരോഗമനവാദം അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സംഭവങ്ങളൊക്കെ എന്നൊക്കെ രീതിയിലാണ് ആൾക്കാർ പറയുന്നത്. ഇപ്പോൾ കുറേ പേരെടുത്ത് വെച്ച് ട്രോളിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു കാര്യം മനസ്സിലാക്കിയോ, റീലല്ല ജീവിതം എന്ന് പറയുന്നത്. റിയൽ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരുപാട് വീട്ടമ്മമാരൊക്കെ വന്നിരുന്ന് ഇവരുടെയൊക്കെ വീഡിയോയുടെ താഴെ വന്നിരുന്ന് കമൻറ്റ് ചെയ്യുക ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേന് ഈ ഒരു പെൺകുട്ടിയുടെ ചേട്ടൻ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ വിട്ടിട്ടുണ്ട്. നമുക്കതൊക്കെ വായിക്കാം. നല്ല ബാക്കിയോടെ കേൾക്കാം. ഒരിക്കലും ഈ ബന്ധം സമ്മതിച്ചിരുന്നില്ലെന്നും അവളുടെ ഭാവിക്കും കരിയറിനുമാണ് തങ്ങൾ പ്രാധാന്യം നൽകിയിരുന്നതെന്നും പോസ്റ്റിൽ പറയുന്നു. കോളേജിൽ പോയ കുട്ടി അവനുമായി ഒളിച്ചോടുകയായിരുന്നുവെന്നും തീർച്ചയായിട്ടും. കാര്യം ഇത്രയും ഏജ് ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രായം കുറഞ്ഞ എത്രയോ ആൾക്കാർ വേറെ കല്യാണം കഴിക്കുന്നെന്ന് തോന്നും. പക്ഷേ ഒരുപാട് പ്രശ്നം ഉണ്ടാവും ഇൻ ഫ്യൂച്ചറിൽ. അതൊക്കെ ഈ ഒരു സമയത്തായിരിക്കും ഇതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ കുറേ കാലങ്ങൾ കഴിയുമ്പോഴത്തേക്ക് കുറേ പ്രശ്നങ്ങളും ഇഷ്യൂസും എല്ലാം അതിൻ്റെ പിന്നിൽ വരും. പിന്നെ ഇവിടുത്തെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഡിസിഷനാണ്. കാര്യം നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് പോയി ഒരു പെൺകുട്ടിയെ ഓടിച്ചെന്ന് തിരിച്ചു വിളിച്ചോ വീട്ടിലൊന്നും കൊണ്ടുവരാൻ പറ്റത്തൊന്നുമില്ല. കാര്യം നമ്മുടെ നാട്ടിലെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സുള്ളവർക്കും 21 വയസ്സുള്ളവർക്കും കല്യാണം കഴിക്കാം. കാര്യം കല്യാണം കഴിക്കേണ്ട പ്രായം അതായിട്ടാണ് കോടതി കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രായം ഇത്തിരി കൂട്ടി വയ്ക്കണമെന്നാണ് എനിക്ക് ബേസിക്കലി ഒരു അഭിപ്രായം. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിയമം ഇവിടെ ചെയ്യേണ്ടത്. എല്ലാവരും ഈ ഒരു പെൺകുട്ടിയെ കുറ്റം പറയുന്നുണ്ട്, അവരുടെ വീട്ടുകാരെ എല്ലാവരെയും കുറ്റം പറയുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിയമത്തെയാണ് ഇവിടെ കുറ്റം പറയേണ്ടത്. അത് ആ ഒരു നിയമം എടുത്ത് മാറ്റിയിട്ട് ഒരു 23, 24 വയസ്സൊക്കെ ആക്കി കൊടുക്കുക. അപ്പോഴത്തേക്കൊക്കെ ഇവർക്ക് കുറച്ച് ബോധം വയ്ക്കുന്ന സമയമായിരിക്കും. ഈ ഒരു പ്രായത്തിലൊക്കെ കല്യാണം എന്താണെന്ന് പോലും അറിയാവുന്നുള്ളൊരു ബോധം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോണിലൂടെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും സഹോദരന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട്. പെൺകുട്ടിയും യുവാവും തമ്മിലുള്ള പ്രായവ്യത്യാസവും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു. 19 വയസ്സ് വിവാഹം കഴിക്കാനുള്ള ശരിയായ പ്രായമല്ല. 31 വയസ്സുള്ള ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ ഭാവിയിൽ അത് പ്രശ്നമായേക്കാമെന്നും പോസ്റ്റിലുണ്ട്. അവളുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി എന്തുണ്ടായാലും അത് അവൾ ഒറ്റയ്ക്ക് നേരിടണമെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് പോസ്റ്റിന് മറുപടിയും ആളുകൾക്ക് വിശദീകരണവും നൽകി ദേവപ്രിയ രംഗത്തുന്നത്. വിവാഹത്തിന് ആരും നിർബന്ധിച്ചിട്ടില്ലെന്നും തീരുമാനം തന്റേതാണെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നു.
തങ്ങളുടെ സൗഹൃദം പ്രണയമായി മാറി. വീട്ടുകാരെ അറിയിച്ചെങ്കിലും സമ്മതിച്ചിരുന്നില്ല. ഇതിനു പുറമെ മാനസികമായ പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതായും സഹനത്തിനൊടുവിലാണ് വിവാഹം കഴിച്ചതെന്നും പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, പോസ്റ്റിന് പുറമെ വിവാഹ വീഡിയോകളും ഒപ്പം ഉണ്ടെന്ന് ഞാനിവിടെ സൈഡിൽ വീഡിയോ ഒക്കെ കാണിക്കാം. എന്തായാലും നമുക്ക് അതും കൂടി കാണാം. ഈ കൊച്ചിൻ്റെ മുഖത്ത് യാതൊരുവിധ സങ്കടവും ഇല്ല. ഉള്ള കാര്യം പറയാനല്ലേ, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. വീട്ടുകാരെ പിരിഞ്ഞതിലോ അച്ഛനും അമ്മയും കാണാത്തതിലോ ഒന്നും യാതൊരുവിധ കുഴപ്പവും ഇവരുടെ ഈ ഒരു കുട്ടിയുടെ മുഖത്ത് നിന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്രയൊക്കെ തന്നെ സംഭവങ്ങൾ. എന്തായാലും ഞാനിവിടെ ദേവപ്രിയയുടെ ഒരു പോസ്റ്റ് ഇവിടെ വായിച്ചു തരാം. We met 2 years ago as friends. My family introduced him to me as they have been friends since childhood. Okay. ഈ പറയുന്ന ജിഷ്ണുവിനെ അവരുടെ വീട്ടുകാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതെന്ന്. കൊച്ചുനാൾ തൊട്ടേ ഉള്ള പരിചയമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ടാണോ ഈ പറയുന്ന സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജിഷ്ണു ഈ ഒരു പരിപാടി കാണിച്ചത്? Over time we spoke regularly and realized that we shared similar interests, values and compatibility. Before entering to a relationship, we openly discussed the age difference and the പോസിബിൾ കോൺസിക്വൻസസ്. അത് ശരി. അപ്പം ഇങ്ങനൊരു സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാം പഠിച്ച് അറിഞ്ഞിട്ട് ചെയ്ത പരിപാടിയാണിത്, അല്ലേ? പിന്നെ പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് പറയാനൊന്നുമില്ല. ഇതൊക്കെ ഈ ഒരു പ്രായത്തിൽ തോന്നുന്ന ഒരു ഇതാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മാറ്റി പറയേണ്ട ഒരു സാഹചര്യത്തിലോട്ട് പോവാതിരുന്നാൽ കൊള്ളാം. ദെയർ വാസ് നോ പ്രൊപ്പോസൽ ഓർ പ്ലാൻഡ് ലവ് സ്റ്റോറി. അവർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്ഡ് നാച്ചുറലി. ഇനി അങ്ങനെയല്ല പറയാൻ പറ്റത്തുള്ളൂ. കാര്യം 18 വയസ്സിൽ താഴെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ പ്രണയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോക്സോ കേസായിട്ട് മാറും. മനസ്സിലായില്ലേ? ആഫ്റ്റർ ഐ ബിക്കെയിം എ ലീഗലി റെക്കഗ്നൈസ്ഡ് അഡൾട്ട് ഇറ്റ് ടേൺഡ് ഇൻ ടു എ റിലേഷൻഷിപ്പ് ആൻഡ് ഐ ഡിസൈഡഡ് ടു മാരി ഹിം. മനസ്സിലായല്ലോ പുള്ളിക്കാരത്തി പറഞ്ഞു വരുന്ന രീതി എങ്ങോട്ടാണെന്ന്. എനിക്ക് 18 വയസ്സ് തികഞ്ഞ സമയത്ത്, അതായത് ലീഗലി കല്യാണം കഴിക്കാനായിട്ട് പ്രായമായ സമയത്ത് ഞങ്ങൾ റിലേഷൻഷിപ്പിലായി. എന്നിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കൊള്ളാം എന്തായാലും. ദി ഡിസിഷൻ വാസ് എൻറ്റയർലി മൈ ഓൺ. I was not influenced, pressurized or forced by anyone. ഒരു മനുഷ്യരും എന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതല്ല, കംപ്ലീറ്റ്ലി എൻ്റെ സ്വന്തം ഡിസിഷനാണ് എന്ന്. അല്ലെങ്കിൽ ഇത് കേസ് വേറെ വരും. കാര്യം ഒബ്വിയസ്ലി ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ കൊണ്ടുവന്ന് മാൻ മിസിങ്ങിന് കേസ് കൊടുക്കും. മാൻ മിസിങ്ങിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ സമ്മതപ്രകാരമല്ല ആ ഒരു പയ്യനെ ഇവളെ കൊണ്ടുപോയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ്റെ പേരിൽ കേസാവും. അത് മാത്രമല്ല ഇത് പോക്സോ കേസ് വരെ വരാൻ ചാൻസ് ഉള്ളൊരു വിഷയമാണ്. ഈ 18 വയസ്സിൽ താഴെയുള്ള ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സീൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടുകാർക്ക് കേസ് കൊടുക്കാൻ പറ്റും ഈ ജിഷ്ണുവിനെതിരെ. ആസ് എ സൈക്കോളജിസ്റ്റ് ഹീ ക്ലിയർലി എക്സ്പ്ലെയിൻഡ് ദി ഇമോഷണൽ ആൻഡ് ലൈഫ് ചേഞ്ചസ് ദാറ്റ് മേ ഒക്വർ ആസ് ഐ ഗ്രോ ഓൾഡർ. കല്യാണം കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും ഈ ഒരു ഏജ് ഡിഫറൻസിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ജിഷ്ണുവിൻ്റെ ഭാഗത്ത് നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് എന്നാണ് ദേവപ്രിയ പറയുന്നത്. എൻ്റെ പൊന്നു മോളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ കുറേ നാൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ അനുഭവത്തിലേ നിങ്ങളൊക്കെ പഠിക്കത്തുള്ളൂ. ഇവനൊരു സൈക്കോളജിസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ചേർന്നൊരു പരിപാടിയാണോ ഇത്? ഒരുപാട് സൈക്കോളജിസ്റ്റുമാരെ നമുക്കറിയാം. അവർക്കൊന്നും ഈ ഒരു പരിപാടിയൊന്നും അല്ല. അവരൊക്കെ അഥവാ പെൺകുട്ടികൾക്ക് ഇങ്ങനൊരു ചിന്തകളുണ്ടെങ്കിൽ അവരതെങ്ങനെയെങ്കിലും മാറ്റി തിരുത്താനേ നോക്കത്തുള്ളൂ. ഇനി വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഇവൻ 29 വയസ്സാവുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടിക്ക് 17 വയസ്സായിരുന്നു. ആ സമയത്തായിരുന്നു ഇവൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നും പറയുന്നത്. അപ്പോൾ ഇവൻ എന്ത് ബോധം ഉണ്ടോയെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓൾ ഓഫ് ദിസ് ഐ ചൂസ് ദിസ് റിലേഷൻഷിപ്പ് വിത്ത് ഫുൾ അവെയർനെസ്. എനി അലിഗേഷൻസ് ക്ലെയിമിംഗ് ദാറ്റ് മൈ ഹസ്ബൻഡ് ഇൻഫ്ലുവൻസ്ഡ് മീ ബിഫോർ ഐ ബിക്കെയിം ആൻ അഡൾട്ട് ആർ കംപ്ലീറ്റ്ലി ഫോൾസ് ആൻഡ് ഡു നോട്ട് റെപ്രസെൻറ്റ് ദി ട്രൂത്ത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ കൂടുതലായിട്ട് വായിക്കുന്നില്ല. അതായത് എങ്ങനെയെങ്കിലും ഭർത്താവിനെ സേവ് ചെയ്യണം, അല്ലെങ്കിൽ അവനെ പോലീസുകാർ പൊക്കിക്കൊണ്ടു. ഇത്രയേ ഉള്ളൂ സംഭവം. അതിനിങ്ങനെയൊക്കെ എഴുതിയേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. എനിവേ അവർ രണ്ടുപേരും പ്രായപൂർത്തിയായ ആൾക്കാരാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി അവർക്ക് തീരുമാനിക്കാം അവർക്ക് ആരുടെ കൂടെ ജീവിക്കണം ജീവിക്കണ്ട എന്ന്. ഓക്കെ, ഇറ്റ്സ് റിയലി അപ് ടു ദം. അല്ലാതെ നമ്മൾ ഇനി ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. കാര്യം നമ്മളിവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ അടുത്താണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഇനിയെങ്കിലും ഒരു മനുഷ്യരും ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ പെൺകുട്ടിയുടെ സഹോദരൻ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പോസ്റ്റ് ഇവിടെ വായിക്കാം. ഐ എം ദേവൂസ് ബ്രദർ, ദി വൺ ഹൂ ഹാൻഡിൽഡ് ഹെർ അക്കൗണ്ട്, റോട്ട് ഹെർ കണ്ടന്റ് സ്ക്രിപ്റ്റ്സ് ആൻഡ് മാനേജ്ഡ് എവറിത്തിങ് ബിഹൈൻഡ് ദി സീൻസ്. There have been many questions regarding her marriage and I feel it's important to clarify a few things. I have always respected my audience. You are the one who built us. അത് തീർച്ചയായിട്ടും. കാര്യം ജനങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളില്ല. റിയാലിറ്റിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാര്യം ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് ഒരു മനുഷ്യരും ചിന്തിച്ചില്ല. അതാണ് എല്ലാ കമൻറ്റ് ബോക്സും എടുത്ത് നോക്കുമ്പം കാണുന്നത്.
കാര്യം വേറെ ആരായി കഴിഞ്ഞാലും കുഴപ്പമില്ല. കാര്യം ഈ പെൺകുട്ടി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ള വ്യക്തികളാണ്. സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ബേസിക്കലി കണ്ടിട്ടില്ല, ഈ ഒരു വിഷയം വന്നപ്പോഴാണ് ഞാൻ ഫോളോ അപ്പ് ചെയ്തത്. പക്ഷേ ഈ ഒരു വിഷയത്തിന് ശേഷം അവർ കംപ്ലീറ്റ്ലി ആ വീഡിയോസും ഫോട്ടോസ് എല്ലാം അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വി ഡിഡ്ന്റ് നോ അബൌട്ട് ഇറ്റ്, ഷീ എലോപ്ഡ് വിത്ത് ഹിം ഫ്രം കോളേജിൽ. ഓക്കെ, കോളേജിലായിരുന്ന സമയത്താണ് ഒളിച്ചോടി പോയത്. ദിസ് വാസ് കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ഫോർ അസ്. He is 31 plus and a psychologist. A 19-year-old's thoughts and decisions can change with time. And that is something he should have understood. കാര്യം ഈ ഒരു പ്രായത്തിൽ എടുത്ത് ചാടി എടുക്കുന്ന തീരുമാനങ്ങളെ പറ്റിയിട്ട് തീർച്ചയായിട്ടും ആ ജിഷ്ണു എന്ന് പറയുന്ന ആ ഒരു പയ്യന് ചിന്തിക്കാവുന്നതേ ഉള്ളായിരുന്നു അല്ലേ? അവൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇവിടെ അനുഭവിക്കുന്ന ആരാണ്? ഞാൻ ഇനി ഈ പോസ്റ്റ് വീണ്ടും വായിച്ചിട്ടേ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ഇവരുടെ കുടുംബമല്ലേ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. ഇനി ആ പെൺകുട്ടി ചെന്ന് കയറിയ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ? നാളെ ഒരു കാലത്ത് തിരിച്ച് പഴയതുപോലെ വീട്ടിലോട്ട് ഇറങ്ങി പോകാൻ പറ്റുമോ? കാര്യം വീട്ടുകാർ എല്ലാ വീട്ടുകാരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, ഉള്ള കാര്യം പറയാമല്ലോ. ഇപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ വേണ്ടേ ഓരോ കാര്യത്തിനകത്തൊക്കെ എടുത്ത് ചാടാനായിട്ട്. ഇത് ഈ ഇന്നത്തെ കാലത്തുള്ള പെൺകുട്ടികളുടെ കാര്യം ഇങ്ങനെയാണ്. ഇന്നത്തെ കാലത്ത് പഠിത്തവും ജോലിയും എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ട് പോലും നേരെ കല്യാണം കഴിക്കാൻ പറ്റാത്ത സമയത്താണ് ഇവിടെ ഇങ്ങനൊരു സംഭവം. എന്തായാലും ഞാനിവിടെ ഒരു കമൻറ്റ് ഞാൻ വായിച്ചു തരാം. എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു കമൻറ്റാണ്. ഒരു അമ്മ ഇട്ടേക്കുന്ന കമൻറ്റാണ്. അമ്മയുടെ പേര് രാജലക്ഷ്മി എന്നാണ്. നിൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ് ഞാൻ. ഇത് നിൻ്റെ ലൈഫാണ്, സോ അത് ചൂസ് ചെയ്യേണ്ടത് നീയാണ്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, മോളെപ്പോലെ തന്നെ 19 വയസ്സിൽ മാരേജ് കഴിഞ്ഞ ഒരാളാണ് ഞാൻ. നമ്മൾ ആ പ്രായത്തിൽ വിചാരിക്കുന്ന പോലെ അല്ല ലൈഫ്. കുറേയേറെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. എത്ര നല്ല ഹസ്ബൻഡ് ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഫാമിലിയെ മിസ് ചെയ്യും. അത് കൺഫേം ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു അമ്മ അവരുടെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇതാണ് പറഞ്ഞത്, ബോധവും വിവരവും ഇല്ലാത്ത പ്രായത്തിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നാളെ ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് പിന്നെ റിഗ്രറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അവരുമായി നമ്മൾ ജീവിച്ച് നല്ല നിമിഷങ്ങൾ ഓർമ്മ വരും. അമ്മയുണ്ടായിരുന്നുവെങ്കിൽ എന്ന് തോന്നും. സോ ഇതൊക്കെ നീ ഫേസ് ചെയ്യണം. ഇനിയും ഒരുപാടുണ്ട്. പറയുന്നത് പോലെ നീ ചിന്തിക്കുന്ന പോലെയോ അത്ര ഈസി ആയിരിക്കത്തില്ല കാര്യങ്ങൾ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ലൈക്ക് എൻ്റെ ഒരു അനിയത്തിയെ പോലെ. അതുകൊണ്ട് എന്തു വന്നാലും നിനക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എങ്കിൽ ഇറങ്ങിപ്പോകുക. വേറെ ചിന്തകളൊന്നും തന്നെ മനസ്സിൽ വരരുത്. നീ ചെറിയ കുട്ടിയാണ്, ജീവിതം ഒരുപാട് കിടക്കുന്നതേ ഉള്ളൂ. സോ ഇത് നിൻ്റെ ലൈഫ് ജസ്റ്റ് ഒരു ചാപ്റ്റർ മാത്രമാണ്. അത് നിനക്ക് പറ്റില്ലെങ്കിൽ ജസ്റ്റ് മൂവ് ഓൺ, അല്ലാതെ സൂയിസൈഡ് ചെയ്യാനൊന്നും നിൽക്കരുത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എനിവേ ഹാപ്പി മാരീഡ് ലൈഫ് ഡിയർ. ഓക്കെ, സത്യമാണ്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനി പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, സ്വന്തമായിട്ട് ഫേസ് ചെയ്യുക. ഇനി ഒട്ടും നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തായാലും കണ്ടറിയാം. എനിക്ക് തോന്നുന്നില്ല ചില പെൺകുട്ടികളൊക്കെ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഓരോ കേസൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. അതായത് സ്ത്രീധന പീഡനം, മാനസികമായിട്ടുള്ള പീഡനം, ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ട് പോലും സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എന്നിട്ട് ആ സ്ത്രീകളുടെയൊക്കെ അവസ്ഥ അവസാനം എന്തായി എന്ന് നമ്മളെല്ലാവരും കണ്ടതാണേ. സോ ഇനി ഈ ഒരു വിഷയത്തിൽ എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.